അമ്പലപ്പുഴയിലേക്ക് പോകുമ്പോൾ അവിടെ നീർക്കുന്നം സ്കൂളിൽ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി തിരക്കാൻ ജി സുധാകരൻ MLA എത്തിയിരുന്നു. എത്തിയ MLAയും പഞ്ചായത്ത് മെമ്പറുമായി ഒരു വാക്കുതർക്കവും അവിടെ ഉണ്ടായി. വാർത്തകളൊക്കെ ചിലതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്കും എത്തിയിട്ടുണ്ടാകും. ആ വാക്ക് തർക്കത്തിന്റെ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തരത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ഈ തർക്കം മൂത്തതോടെ MLAയോടൊപ്പം എത്തിയവർ പഞ്ചായത്ത് അംഗങ്ങളെ കയ്യേറ്റം വരെ ചെയ്തു. കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ സ്കൂളിലെ മണ്ണ് കടത്തിയതായി പരാതി ലഭിച്ചത് അന്വേഷിക്കാനെത്തിയതാണെന്നായിരുന്നു സുധാകരന്റെ ആരോപണം. എന്നാൽ സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ഒരു ലോഡ് മണ്ണ് പോലും കടത്തിയിട്ടില്ലെന്നും പഞ്ചായത്ത് അംഗങ്ങളും പ്രതിരോധിച്ചു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം റിപ്പോർട്ടിലൂടെ. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് നീർക്കുന്നം സ്കൂളിൽ ജി സുധാകരൻ MLA സന്ദർശനത്തിന് എത്തിയത്. സ്കൂളിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനമെന്ന് MLA. ഇതിന് പിന്നാലെ എത്തിയ പഞ്ചായത്ത് അംഗങ്ങൾ ജി സുധാകരനോട് വിശദീകരിച്ചപ്പോൾ അത് വാക്ക് തർക്കത്തിലാണ് കലാശിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് സ്കൂളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിന് അവധി നൽകിയിരുന്നു. ഇതിനെതിരെ പരാതി നൽകുമെന്നും സുധാകരൻ പറഞ്ഞു. ഇതിനിടയിൽ MLA വിളിച്ചുകൂട്ടിയ ചില പ്രാദേശിക പ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങളെ കയ്യേറ്റം ചെയ്തു. ഇതിൽ വനിതാ മെമ്പറടക്കം പരിക്കേറ്റ 2 പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അതറിഞ്ഞാൽ ഞാൻ ചെന്നതിന് ശേഷം പഞ്ചായത്ത് ആളുകൾ വന്നു. MLA സാന്നിധ്യത്തിൽ MLAയുടെ കൂടെ ഈ പരാതി കൊടുത്തെന്ന് പറഞ്ഞ നസീം എന്നാൾ വന്നിട്ടാണ് അവിടെ ഒരു കാര്യമില്ലാത്ത നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അഴിമതി ആരോപണം ഉന്നയിച്ച് സംഘർഷം ഉണ്ടാക്കുകയാണ്. എന്നാൽ MLA ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്നും സ്കൂൾ നിർമ്മാണത്തിനായി പൊളിച്ച കെട്ടിടങ്ങളുടെ അടിത്തറയിൽ നിന്ന് ഒരു ലോഡ് മണ്ണ് പോലും പുറത്തു കടത്തിയിട്ടില്ല എന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് മണ്ണ് പുറത്തു പോയിട്ടില്ല എന്ന് വ്യക്തമാക്കിയത്. പിന്നീട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തമായതോടെ MLA മടങ്ങി. കൈരളി ന്യൂസ്, ആലപ്പുഴ.